നെഗറ്റീവ്സ് വന്നാലും എനിക്ക് അതൊക്കെ ഒരുപാട് സന്തോഷങ്ങളാണ്. നെഗറ്റീവ്സ് കിട്ടി ഞാൻ സത്യം പറഞ്ഞ എന്റെ മനസ്സ് കല്ലായി തന്നെയാണ്. ഇനി നെഗറ്റീവ് കമന്റ്സ് പോലത്തെ പൂമാലകളാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. പറയുന്ന കുറെ നെഗറ്റീവ് പറയുന്ന ഇവന്മാര് സുധിച്ചേട്ടൻ എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട. സുധിച്ചേട്ടന്റെ മക്കള് കഴിച്ചോ? അവർ ഓണത്തിന് ഒരു തുണി കൊടുത്തോ? എന്ത് ഇവന്മാരും തിരക്കും? രേണുസുതി വൈറലായി. ഓക്കെ, അവള് എവിടെ ചെന്ന രേണുസുതി ഒരു അത്യാവശ്യം വലിയൊരു നിലയിൽ സുധിച്ചേട്ടന്റെ ആ ഒരു വൈഫ് എന്ന നിലയിൽ ഓടി വന്ന് എന്നെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. കാണുന്നതല്ലേ എന്നെ മാത്രം എന്ന നിലയിൽ ഓടി വന്ന് എന്നെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ നിന്റെയൊക്കെ കണ്ണിക്കടി കൊണ്ടല്ലേ നീയൊക്കെ ഇപ്പം രംഗത്ത് വന്നേക്കുന്നത്? അല്ല, സുധിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ടാണോ നീയൊക്കെ രംഗത്ത് വന്നേക്കുന്നത്? ലോക്ക്ഡൌണിൽ ഒരു പ്രശ്നം ഉണ്ടായി സാമ്പത്തികമായിട്ട് സുധിച്ചേട്ടന്. അന്നൊക്കെ നിന്റെ ഒരുത്തന്റെ മോന്ത കണ്ടിട്ടില്ലല്ലോ. ഇത് കറക്റ്റായിട്ട് ഇട്ടേക്കണം. ഇത് കട്ട് ചെയ്ത് നീ കളയരുത്. നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചവളെ ചെറുത്തടി ഞാൻ പൊട്ടിക്കും. അതിന് ഏത് സഭയിലാണെങ്കിലും ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവളെ പല്ലടിച്ച് ഞാൻ വാങ്ങി. എന്നെ കുറിച്ച് തോന്നിവാസം പറയാനും. ഹലോ, വീണ വീണ സുധി എന്ന് പറയണോ അതോ വീണ ജസ്റ്റ് വീണ അതാണോ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം ഇപ്പോ? എന്റെ പേര് വീണ എസ് പിള്ള എന്നാണ് ഒഫീഷ്യൽ നെയിം. എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് താല്പര്യം. ഒരിക്കലും അത് വീണ സുധി എന്ന് മാറ്റിയിട്ടില്ല. ലൈക്ക് ആ ഒരു വ്യക്തി കൂടെ ഉള്ളപ്പോ പോലും വീണ സുധീൻ തന്നെയായിരുന്നു. വീണ സുധീൻ തന്നെയായിരുന്നു. പിന്നെ ഡിവോഴ്സ് ആയതിനു ശേഷം നമ്മൾ ഒഫീഷ്യലി എല്ലാ പേരും ആധാർ കാർഡിലും ഐഡന്റിറ്റി കാർഡിലും പിന്നെ പാസ്പോർട്ടിലും ഒക്കെ വീണ സുധീൻ തന്നെയായിരുന്നു. പിന്നെ അത് നമ്മൾ മാറ്റി വീണ എസ് പിള്ളാണ്. ഞാനപ്പോ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഡിവോഴ്സിന്റെ കാര്യം പറയുന്നോണ്ടാണ് നിങ്ങൾ ലീഗലി സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ടാം ഭാര്യയായി മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അതിനുശേഷമാണ് ഈ രേണു എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വരുന്നത്. അതെ. അപ്പോ വീണയ്ക്ക് ഈ രേണു സുധി അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന വ്യക്തി സുധിച്ചേട്ടന്റെ ഭാര്യയായി ലീഗലി മാറി എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴും അപ്പൊ ഈ രേണു എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ എന്താണ് കല്യാണം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതൊരു ജെനുവിൻ ആയിരിക്കും, അതൊരു ഫേക്ക് ആണ്? ജെനുവിൻ സർട്ടിഫിക്കറ്റ് അല്ല, കൺഫേം ആണ്. ഞാൻ ഇന്റർവ്യൂവിനല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. അവര് മാരേജ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതായത് 2010 മുതൽ ഇങ്ങോട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരുന്നത് എന്താ പറയുന്ന ഫോട്ടോസ് വെച്ചിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ അത് ഇപ്പൊ ഉണ്ടാക്കിയത് ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പം പുള്ളിക്കാരത്തിയായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ എന്നെ സമ്മതിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻവോൾവ് ആയില്ല, കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല. പിന്നെ എന്റെ കാര്യമല്ലല്ലോ, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഓക്കെ, ഞാൻ പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നായിട്ട് രേണുവിന്റെ ഒരു ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് രേണുവിന്റെ ഒരു ഇന്റർവ്യൂവിലേക്ക് രേണുവിന്റെ സഹോദരിയുടെ ഭർത്താവും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. അതായത് ഇന്റർവ്യൂവറോട് അങ്ങോട്ട് പറയുന്നത് കേട്ടു ഇവര്, അതായത് ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി വരുന്നു, ഞങ്ങളുടെ കുടുംബത്തെയും എഫക്ട് ചെയ്യുന്നു, രേണു ഇന്റർവ്യൂ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും എന്റെ അറിവില് ഒരു യൂട്യൂബേഴ്സും ഇവരുടെ ഫാമിലിയെ തൊട്ട് കളിച്ചിട്ടില്ല. അതായത് ഫാമിലിയെ പറ്റി എങ്ങും പറഞ്ഞിട്ടില്ല, എങ്ങും ആരും പരാമർശിച്ചിട്ടില്ല. ഇവരായിട്ട് ഈ ഒരു കുടുംബമായിട്ട് തന്നെ ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഈ രേണുവിന്റെ ചേച്ചി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഏതോ ഒരു സ്ത്രീ ഞങ്ങൾക്കെതിരെയായിട്ട് കുറെ വോയിസ് ഒക്കെ യൂട്യൂബേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്റെ അറിവില് വീണ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് യൂട്യൂബേഴ്സിനോട് വന്ന് സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതിന് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് മെന്റലി പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളി ജീവിച്ചിരിക്കുമ്പം ആണെങ്കിൽ നമ്മളിപ്പോ വന്ന് എന്റെ ഒരു അവസ്ഥ പറയുമ്പോ ഓക്കെ എന്ന് പറയാം. മരിച്ചുപോയൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എനിക്ക് പുള്ളിനെ കുറിച്ച് മോശം പറയാൻ താല്പര്യമില്ല. കാരണം ഇവള് മാത്രമല്ല ഉള്ളത്, പുള്ളിക്കൊരു ഫാമിലി ഉണ്ട്, മനസ്സിലായോ? അപ്പൊ എനിക്ക് അവരുടെ കാര്യങ്ങളും കൂടി നോക്കണം. ഞാൻ അതായത് പുള്ളിയുടെ കൂടെ ജീവിക്കുന്ന കാലമാണെങ്കിലും
അല്ലെങ്കിൽ ഇപ്പൊ ആണെങ്കിലും എനിക്ക് ആ ഫാമിലിയിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോ അതുകൊണ്ട് എനിക്ക് ആ ഫാമിലി നോക്കി പറ്റത്തുള്ളൂ. ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലി ഒരു വളരെ നല്ല ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം തീർച്ചയായിട്ടും രേണു ആണെങ്കിൽ പോലും അവരെ പറ്റി ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നില്ല ആ ഒരു കുടുംബത്തെ പറ്റി. തീർച്ചയായിട്ടും നല്ല ഫാമിലിയാണ്. ഫാമിലിയിൽ ഒരു ഇഷ്യൂസും ഇല്ല. അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. എനിക്ക് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ആരുമല്ല. പക്ഷെ എനിക്ക് സുധിക്കൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി എനിക്ക് ഒരു കാലത്ത് ആരെല്ലോ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ബഹുമാനിക്കുന്നവർ തന്നെയാണ് അവരുള്ളത്. അവരിപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു സുധിയുടെ ചേട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കോണ്ടാക്ടിങ് ഒന്നുമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഈ രേണുവിന്റെ ഒരു ഇഷ്യൂസ് വന്നപ്പം ചേച്ചിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ ഈ രണ്ടാമത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പം ഞാൻ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ സ്റ്റോറിയൊക്കെ പറഞ്ഞു. ചേച്ചി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. രേണുവിന്റെ ചേച്ചിയല്ലോ നമ്മുടെ സുധിച്ചേട്ടന്റെ ചേച്ചിയെ? ചേട്ടത്തി. മനസ്സിലായി. അപ്പൊ അങ്ങനെ മാത്രം ഞാൻ അവരോട്ട് കോണ്ടാക്ട് ചെയ്തുള്ളൂ. അല്ലാതെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. അല്ല അതിന്റെ ആവശ്യം ഇപ്പം ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതെ. എനിക്ക് അവർക്കും ഇല്ല, എനിക്കും ഇല്ല. ഓക്കെ. പിന്നെ ഇപ്പോ ഒരു സഡൻ ഒരു ദിവസം വീണ എന്ന് പറയുന്ന വ്യക്തി ജസ്റ്റ് നിങ്ങളുടെ വോയിസ് റേസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാരണം എന്താണ്? ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ എന്നെ അറിയാവുന്ന ഒരുപാട്, ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ഒന്നുമല്ല, പക്ഷെ എന്നെ അറിയാവുന്നതും എന്റെ ഫാമിലി അറിയാവുന്നതും എന്റെ ലൈഫ് സ്റ്റോറി അറിയാവുന്നതും കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കും അല്ലെങ്കിൽ ഇപ്പം വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ളവർക്കും ആണ് ചിലപ്പോൾ അറിയാത്തത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്താണ് നീ മിണ്ടാതിരിക്കുന്നത്? പക്ഷെ അവരാരും എന്നോട് ഇങ്ങനെ യൂട്യൂബിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ലൈവ് വോയിസ് ഇടാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാരും എന്നോട് പറഞ്ഞിട്ട് നിയമപരമായിട്ട് കംപ്ലൈന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ നിൽക്കുന്ന എന്റെ ഫാമിലി എന്റെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നീ വീട്ടില് ഫാമിലിയോടെല്ലാം ആലോചിച്ചിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാനാണ് അവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കംപ്ലൈന്റ് അപ്പൊ ഞാനാണ് പറഞ്ഞത്, കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിൽ മാത്രമേ ഇത് ഒതുങ്ങത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പോ ഓരോരുത്തരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോരുത്തരെ കുറിച്ച് മോശം പറയും. അത് ഇപ്പൊ ഒരാളോടോ രണ്ടുപേരോടോ പറയുമ്പം ഇത് മറ്റേ ന്യൂസ് പേപ്പർ പോലെ എല്ലാവരും ന്യൂസ് അങ്ങ് ഏറ്റെടുക്കും. വീണയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന് അല്ലെങ്കിൽ വീണയെ സംബന്ധിച്ചൊരു വ്യക്തി വന്ന് സംസാരിക്കുമ്പോൾ അതിവിടെ 100 പേര് കേൾക്കുന്നുണ്ട്. വീണ അത് കേസുമായിട്ട് മാത്രം പോകുമ്പോൾ അത് അവിടെ ഒതുങ്ങി പോകുന്നു, അതല്ലേ? തീർച്ചയായിട്ടും ഒതുങ്ങി പോകും. മനസ്സിലായി. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത്. ജയചേച്ചി എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത്. അപ്പൊ ചേച്ചിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. പേഴ്സണലി ഞങ്ങള് ഭയങ്കര ബന്ധമൊന്നുമില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ ഓരോ മെസ്സേജ് ഒക്കെ അയക്കും, എന്തെങ്കിലും വിശേഷങ്ങൾ പറയും എന്നല്ലാതെ. ചേച്ചി ഇങ്ങനെ ഒരു ദിവസം എന്റെ ഫോട്ടോ എടുത്തപ്പോ ചേച്ചിയോട് പറഞ്ഞു, വേണ്ട ചേച്ചി ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളാം എന്നോട്. ചേച്ചി അപ്പൊ തന്നെ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ കാര്യത്തോടു കൂടി അല്ലെങ്കിൽ ഇതിനെ വെച്ചിട്ട് ഒരു ഫെയിം ഉണ്ടാക്കാൻ വന്ന ഒരാളല്ല വീണ എന്ന് പറയുന്ന വ്യക്തി. തീർച്ചയായിട്ടും ഒരിക്കലുമല്ല. ഞാന് സുധിച്ചേട്ടന്റെ പേരിൽ ഒരിക്കലും പ്രശസ്തിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം ഇത്രയും വർഷത്തിൽ ഇപ്പം രേണുവിന്റെ ഈ ഒരു ഇഷ്യൂ വരാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ചായി. ഇതുവരെ വീണ എന്ന് പറയുന്ന പേരങ്ങ് കേട്ടിട്ടില്ല. ഇല്ല. എനിക്ക് അത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂ ശരണ്യ ചേച്ചി കൊടുത്തത്. അതും ശരണ്യ ചേച്ചി 4 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് എന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ചേച്ചി ഈ ഒരു വോയിസ് ഇടുന്നത്. ഈ വോയിസ് ചേച്ചി എടുത്തിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയോളം ചേച്ചിയുടെ കയ്യിൽ വെച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചേച്ചി ഇത് അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 4 മാസത്തിന് മുന്നേ ഞാൻ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി ഒരു 4-4.5 മാസം കഴിഞ്ഞ് എന്നെ തിരിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു മോനെ, പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അതായത് സുധിയുടെ സഹപ്രവർത്തകരോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അപ്പൊ വീണ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെന്യൂനാണ്, നമുക്ക് എന്ന് വോയിസ് എടുക്കാമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇത്തിരി തിരക്കിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി വോയിസ് എടുത്തിട്ട് 3 ആഴ്ച ഈ വോയിസ് ചേച്ചിയുടെ കയ്യിൽ വെച്ചിരുന്നു.
അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ്. കാരണം എന്നിട്ടും ഞാൻ ചോദിച്ചത് ചേച്ചി ഇപ്പൊ ഇത് അപ്ലോഡ് ചെയ്യണ്ട, ഇനി ഒരു ഇഷ്യൂസും കൂടി വന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതിയെന്ന്. അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ അത്രയും അടുത്ത് ജെന്യൂനായിട്ടുള്ള ഒരു ആളോട്, അത് ആൾ കള്ളവും പറയത്തില്ല, ആളോട് പറഞ്ഞു. ആ റെക്കോർഡിങ് ഞാൻ കേട്ടു. അതായത് പുള്ളിക്കാരി നേരിട്ട് ചെന്ന് ചോദിച്ചു, നേരിട്ടാണ് ചോദിച്ചത്. ചോദിച്ചപ്പം ഈ ഫോൺ റെക്കോർഡിംഗ് ആണെന്ന് ഇവൾക്ക് അറിയില്ലായിരുന്നു, ഇവളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് എന്റെ ചെവിയിൽ കേട്ടിട്ടാണ് ഞാൻ ചേച്ചി അപ്ലോഡ് ചെയ്തു. ഇതിനകത്ത് എന്ത് ഇഷ്യൂസ് വന്നാലും ഞാൻ ഏൽക്കാൻ തയ്യാറാണ്. വീണയുടെ പേര് പറഞ്ഞു. ഇപ്പം അതിലും ഞാൻ ഫ്രണ്ടാണ്. അപ്പൊ അതില് രേണുവിനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുവാണ്. അപ്പം അതിൽ ചെന്നിട്ട് ചോദിക്കുവാണ്, ഇങ്ങനെ വീണ എന്നല്ല പറഞ്ഞത്, അച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്കറിയാം. പുള്ളിക്കാരൻ പറഞ്ഞു, സുധിക്കാരന്റെ ഇഷ്യൂസ് ഒക്കെ നമുക്കറിയാം, കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്, നല്ലൊരു കുട്ടിയാണ് അവളെന്ന് പറഞ്ഞപ്പോ ഇവള് പറഞ്ഞു, ആര് പറഞ്ഞു അവളുടെ ഇഷ്യൂസ് എന്തറിയാം നിങ്ങൾക്ക്, സുധിച്ചേട്ടൻ ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് എനിക്കത് പുള്ളി മനഃപൂർവ്വം ചെന്ന് ചോദിച്ചതായിരുന്നു. കാരണം ഞാൻ ഇവരോടൊക്കെ എന്തെങ്കിലും പറയുമെന്ന് അറിയാം, മനഃപൂർവ്വം ചെന്ന് ചോദിച്ചതാണ് പുള്ളി. അതാണ് പുള്ളി കോൾ റെക്കോർഡിംഗിലാക്കി വെച്ചത്. ഫോണിലല്ലല്ലോ, സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുമല്ലേ, നേരിട്ട് ചോദിക്കുമല്ലേ. അപ്പൊ ഇവളെന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിട്ട് ആണ് മനഃപൂർവ്വം ചോദിച്ചതായിരുന്നു. കാരണം ഇവര് 2-3 പേരോട് പറയും, ഇവരോടൊക്കെ ഞാൻ വിഷമങ്ങൾ പറയാറുണ്ട്. ഞാൻ എന്റെ കാര്യം സർക്കിളിൽ തന്നെ അറിയാവുന്ന ആളുകളുടെ അടുക്ക തന്നെ രേണു പല രീതിയിൽ പറയാൻ തുടങ്ങി. അറിയാവുന്നൊരു കൂടെ തന്നെയാണ് പുള്ളിക്കാരൻ. പക്ഷെ അതൊരു ബുദ്ധിപരമായ കളിയാണ് രേണു കളിക്കുന്നത്. അതായത് ഇന്റർവ്യൂകളിൽ വരുമ്പോ, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ ഉൾപ്പെടെ വന്നിട്ട് പേര് പറയുന്നില്ല, വീണ എന്ന് പറയുന്ന പേരോ ഒന്നും പറയുന്നില്ല. രേണുവിന്റെ സഹോദരി മനസ്സിലാവും. കാരണം രേണുവിന്റെ സഹോദരി വന്നിട്ടാണെങ്കിൽ പോലും പറയുന്നുണ്ട്, അവരെ അഫക്ട് ചെയ്യുന്നു, വോയിസ് പുറത്തു വരുന്നു. പക്ഷെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. വീതിയോട് ആരോ ഒരു ചേച്ചി, ബിന്ദു എന്തോ ഒരു പേരാണ് ആ ചേച്ചിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, സിന്ധു അങ്ങനെ എന്തോ ഒരു പേരാണ് ആ ചേച്ചി അന്ന് പറഞ്ഞത്. അപ്പൊ വീതിയുടെ കയ്യിൽ നിന്ന് എന്റെ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചു പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരി കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ പുറത്ത് കേൾക്കാൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങളാണ് അവരെന്നോട് പറഞ്ഞത്. പക്ഷെ അപ്പൊ വേണമെങ്കിലും എനിക്ക് ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബേഴ്സിൽ അയച്ചു തരാം. വ്യക്തിയെ കുറിച്ച് വളരെ മോശമായിട്ടും വളരെ വൃത്തികേടായിട്ടും, കാരണം അത് ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞത് മോശമായിട്ടില്ല. എന്നെ പോലൊരു ലേഡിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ പേരും കൂടി വരും. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ഈ സാധനങ്ങൾ ഫുള്ളും എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ആണ്, ഇപ്പോഴും കിടപ്പുണ്ട് ഈ സാധനങ്ങൾ ഫുള്ളും. എനിക്ക് ഇവരോട് ദേഷ്യമോ വാശിയോ വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കിതെടുത്ത് വേണമെങ്കിൽ ആർക്കാണെങ്കിലും കൊടുക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും ഇടും, ആരാണെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യും. പക്ഷെ ഞാൻ അതെല്ലാം കേട്ടിട്ട് ഞാനൊരു മറുപടി പോലും ആ ചേച്ചിയോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ചേച്ചി എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട കാര്യമില്ല, എന്നെ ചൊറിയാൻ വന്നു, ഞാൻ തിരിച്ചൊരാളിൽ വെച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. My English thoda thoda but very sweet. Cadbury Dairy Milk. കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെയും ചൊറിയാൻ വന്നാൽ ഞാൻ അതിന് പ്രതികരിച്ചു. ഇല്ല, രേണു എന്താണെന്നോ രേണു ആരാണെന്നോ രേണുവിന്റെ കൂടെ ജീവിച്ച രേണുവിന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ്. അടിച്ച് എന്റെ ഒരു ഗുരുനാഥനാണ്, എന്റെ സഹപ്രവർത്തകനാണ്. അത്രയൊന്നും തിരിച്ചായിട്ട് ഞാനോ സൗകര്യ ബന്ധം. രേണു ഓൾറെഡി വേറൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി വന്നപ്പോൾ രേണു അതിനെതിരായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ പോലും കൊടുത്തിട്ടില്ല. രേണു മാരീഡാണ്. രേണു ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് എനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അത് കൂടാതെ രേണുവിന്റെ കുറെ സുഹൃത്തുക്കളെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രേണുവിന്റെ കുറെ സുഹൃത്തുക്കള്, രേണുവായിട്ട് ഫ്രണ്ടിനെ മുതലേ അറിയാവുന്ന കുറെ സുഹൃത്തുക്കള് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനുമായിട്ട് കോണ്ടാക്ട് ഉള്ളവരുണ്ട്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ചേച്ചി എപ്പോ വേണമെങ്കിലും ചേച്ചിക്ക് ഞാനിക്കുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാം, ഈ ബിനുവിന്റെ വീട്ടിൽ കൊണ്ടുപോവാം, ചേച്ചിയുടെ കാര്യങ്ങൾ മൊത്തം ചേച്ചിക്ക് ഞാൻ അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, എന്റെ പൊന്നും പിള്ളേരെ എനിക്ക് അതിനുള്ള സമയമില്ല, എനിക്ക് ഒരാളുടെ സ്റ്റോറി തിരഞ്ഞെടുക്കാനായിട്ടുള്ള സമയമില്ല, ഞാൻ കുറച്ച് തിരക്കാണ്, എനിക്ക് എന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ നടക്കുവാണ്. ഇപ്പൊ തന്നെ
രണ്ടാഴ്ചയായിട്ട് പനിയിരിക്കുന്ന കിടക്കുവാണ്. അപ്പൊ എനിക്ക് സത്യത്തിൽ സംസാരിക്കാൻ പോലും തൊണ്ട അടച്ചിരിക്കുവാണ്. സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പിന്നെ അതിന് വിളിച്ചത് കൊണ്ട് പിന്നെ ഞാൻ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ കണ്ട് ആ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ കുറച്ച് സംഭവങ്ങൾ എനിക്ക് പ്രൈസൊക്കെ അയച്ചു തന്നു. എനിക്ക് ഇതിനകത്ത് വരാനോ എനിക്ക് ഇതിനകത്ത് ഇങ്ങനത്തെ ഞാൻ വിളിക്കാനുള്ള ഒരു മെയിൻ ഒരു കാരണം എനിക്ക് ഇന്നലെ ലിസ്റ്റിലെ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ സത്യം പറഞ്ഞ ഒരു കാര്യവുമില്ലാതെ അവർ ആ കുടുംബവും കൂടെ ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുക. അവരായിട്ട് വന്ന് ഒരു അവരുടെ കുടുംബം തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുക. ഇവിടെ ആരും ആ കുടുംബത്തിനെ എന്റെ അറിവിൽ ഞാൻ ഒരു വീഡിയോയും കണ്ടിട്ടില്ല ആ ഒരു കുടുംബത്തിനെ ആരെങ്കിലും പറയുന്നതോ വലിച്ചിഴയ്ക്കുന്നതോ.